നമസ്കാരം. ഹൈന്ദവ വിശ്വാസികളുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായ അയോധ്യയിലെ രാമക്ഷേത്രം ഈ വരുന്ന ജനുവരി 22-ാം തീയതി ലോകത്തിന് തുറന്നു കൊടുക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ അഭിമാനങ്ങളായ ശ്രീ മോഹൻലാലിനെയും ശ്രീ മാതാ അമൃതാനന്ദമയിയും വിശിഷ്ടാതിഥികളായി അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീ മാതാ അമൃതാനന്ദമയിയുടെ ചരിത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പ്രണവം പാടിയാടുന്ന അറേബ്യൻ സമുദ്രത്തിനും സാഗര സംഗീതത്തിന് അനുപല്ലവിയായി തീർക്കുന്ന കായംകുളം കായലിനും ഇടയ്ക്കായി വിങ്ങലുയർന്ന് പരിലസിക്കുമ്പോഴും മണ്ണിനോടുള്ള ബന്ധം മറക്കാത്ത സംസ്കാരത്തിൻ്റെ പ്രതീകമെന്നോണം തല ഉയർത്തി നിൽക്കുന്ന ആശ്രമ മന്ദിരം, നാമസങ്കീർത്തനവും വേദമന്ത്രധ്വനികളും പരിഭാവനമാക്കുന്ന ക്ഷേത്ര സന്നിധി. എന്നാൽ ആത്മീയ സൗരഭ്യം വഴിഞ്ഞൊരുക്കുന്ന ഈ ആശ്രമത്തിൻ്റെ അപൂർവ സൗഭാഗ്യം ഇതൊന്നുമല്ല. ജനകോടികളുടെ അമ്മയും ഗുരുവും ആരാധനാമൂർത്തിയുമായ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യമംഗള സാന്നിധ്യം തന്നെ. 1129 കന്നിമാസത്തിലെ കാർത്തിക നാൾ 1953 സെപ്റ്റംബർ 27 പ്രഭാതത്തിൽ കൊല്ലം ജില്ലയിലെ പറയകടവെന്ന കടലോര ഗ്രാമത്തിൽ ഘനശ്യാമവർണ്ണയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. കരഞ്ഞുകൊണ്ടല്ല, പുഞ്ചിരിച്ചുകൊണ്ടാണ് ശിശു മാതൃഗർഭത്തിൽ നിന്ന് പിതൃമാതാവിൻ്റെ മടിത്തട്ടിലേക്ക് വന്നത്. 6-ാം മാസത്തിൽ സ്ഫുടമായി സംസാരിക്കുകയും 7-ാം മാസത്തിൽ ഓടിക്കളിക്കുകയും ചെയ്ത ചൊടിയും ചുറുചുറുക്കും തികഞ്ഞ ആ ബാലികയെ സുധാമണി എന്നാണ് മാതാപിതാക്കൾ നാമകരണം ചെയ്തത്. നിഷ്കളങ്കമായ ശ്രീകൃഷ്ണപ്രേമം സുധാമണിയുടെ ജന്മസിദ്ധമായ സവിശേഷതയായിരുന്നു. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സുധാമണി പലപ്പോഴും ധ്യാന നിഗ്നനായിരിക്കാറുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അതിൽ നോക്കി പ്രാർത്ഥിക്കും, സംസാരിക്കും, ഭഗവത് നാമങ്ങൾ ജപിക്കും. പിൽക്കാലത്ത് അമ്മ പറയാറുണ്ട്, കുഞ്ഞിലെ മുതൽ എനിക്ക് ഈശ്വരനാമത്തോട് അതിരറ്റ പ്രേമമായിരുന്നു. ഓരോ ശ്വാസത്തിലും വിടാതെ നാമം ജപിക്കും. സ്ഥലമോ കാലമോ ഒന്നും നോട്ടമില്ല. കേവലം 5 വയസ്സുള്ളപ്പോൾ തന്നെ സുധാമണി ശ്രീകൃഷ്ണ പ്രേമം വഴിഞ്ഞൊരുക്കുന്ന അർത്ഥസമ്പുഷ്ടമായ ഗീതങ്ങൾ സ്വയം രചിച്ചു പാടുകയും എല്ലാം മറന്ന് നൃത്തം വയ്ക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഈ ഭക്തിഭാവങ്ങളുടെ ആഴം വേണ്ടവണ്ണം ഉൾക്കൊള്ളാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഇത് കാരണം ധാരാളം കഷ്ടപ്പാടുകൾ സുധാമണിക്ക് ബാല്യകാലത്തിൽ തന്നെ സഹിക്കേണ്ടി വന്നു. 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് തന്നെ വീട്ടുജോലികളുടെ ഭാരം താങ്ങാൻ ആ ബാലിക നിയോഗിതയായി. പഠിക്കുവാൻ വളരെ മിടുക്കിയായിരുന്നെങ്കിലും മാതാവിൻ്റെ അനാരോഗ്യം കാരണം സുധാമണിയുടെ സ്കൂൾ ജീവിതം 5-ാം ക്ലാസ്സിൽ അവസാനിച്ചു. അതോടെ ഗൃഹജോലികളുടെ മുഴുവൻ ഭാരവും സുധാമണിയുടെ ചുമലിലായി. മുറ്റമടിക്കുക, തൊണ്ട് തല്ലുക, പാത്രങ്ങൾ കഴുകുക, ആഹാരം പാകം ചെയ്യുക, ഇളയ സഹോദരങ്ങളെ സ്കൂളിൽ അയക്കുക, പശു, കോഴി തുടങ്ങിയ വീട്ടുമൃഗങ്ങളെ സംരക്ഷിക്കുക, ഇങ്ങനെ നീളുന്നു ജോലികൾ. രാവിലെ 3 മണി മുതൽ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. ഇടവിടാതുള്ള ഈ ജോലികൾക്കിടയിലും സുധാമണിയുടെ മനസ്സ് മുഴുവൻ ശ്രീകൃഷ്ണ സ്മരണയിൽ തങ്ങി നിൽക്കും. കൃഷ്ണകഥകളുമായി ബന്ധിച്ച് ഓരോ ജോലി ചെയ്യും. സഹോദരന്മാരെ അണിയിച്ചൊരുക്കുമ്പോൾ കൃഷ്ണനെയും ബലരാമനെയുമാണ് അണിയിച്ചൊരുക്കുന്നത്. വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഗോപിമാരുടെ വസ്ത്രങ്ങളാണ് കഴുകുന്നത്. താറാവുകളെ തേടി നടക്കുമ്പോൾ പശുക്കളെ തേടി നടക്കുന്ന കൃഷ്ണനാണ് താൻ എന്നിങ്ങനെ സർവ്വതാ ഭാവന ചെയ്യും. ഉത്കടമായ ഈശ്വര പ്രേമത്തോടൊപ്പം തന്നെ അനിതര സാധാരണമായ മനുഷ്യ സ്നേഹവും സുധാമണിയുടെ പ്രത്യേകതയായിരുന്നു. പശുക്കൾക്ക് വേണ്ടി മരച്ചീനിത്തൊലിയും കഞ്ഞിവെള്ളവും ശേഖരിക്കുവാൻ അയൽവീടുകളിൽ പോകേണ്ടി വരുമ്പോൾ അവിടുത്തെ പ്രായം ചെന്ന അമ്മമാർ അവരുടെ ദുഃഖകഥകൾ കുഞ്ഞിനോട് വിവരിക്കും. വാർദ്ധക്യം ബാധിച്ച് നിസ്സഹാരായി തീർന്ന അവരോട് മക്കളും പേരക്കിടാങ്ങളും കാട്ടുന്ന അവഗണനകളും ക്രൂരതകളും സുധാമണിയുടെ ഹൃദയമലിയിക്കും. കാരുണ്യശീലയായ ആ കുട്ടി അവരെ കുളിപ്പിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും പലപ്പോഴും സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കഴിപ്പിക്കുകയും ചെയ്യും. അച്ഛനും അമ്മയും അറിയാതെ അവർക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് നൽകാനും സുധാമണി മടി കാട്ടിയില്ല. കള്ളി വെളിച്ചത്താകുമ്പോൾ രക്ഷിതാക്കളിൽ നിന്ന് കടുത്ത ശിക്ഷകൾ ലഭിക്കും. എന്നാൽ യാതൊരുവിധ ദണ്ഡനങ്ങൾക്കും സുധാമണിയിൽ ജന്മസിദ്ധമായി മുട്ടിട്ടിരുന്ന ദീനാനുകമ്പയെ തളർത്താൻ കഴിഞ്ഞില്ല. ലോകത്തിൽ ഇത്രയധികം സാർത്ഥതയും ദുഃഖവും കാണുന്നത് സുധാമണിയെ വേദനിപ്പിച്ചു. ആ ദുഃഖം സുധാമണിയുടെ ഈശ്വരപ്രേമം ഒന്നുകൂടി ദൃഢതരമാക്കി. കൃഷ്ണനാമം ചുണ്ടിലും കൃഷ്ണരൂപം ഹൃദയത്തിലും നിരന്തരം സൂക്ഷിച്ചു. ജോലിയിൽ നിന്നും ഒഴിവ് കിട്ടുന്ന രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ഭവോന്മത്തയായി സ്വയം മറന്ന് കീർത്തനങ്ങൾ പാടിയും നൃത്തം വെച്ചും സുധാമണി ദിനരാത്രങ്ങൾ കഴിച്ചു. പരിശുദ്ധമായ ആ പ്രേമഭക്തിയും നിരന്തര ധ്യാനവും അചിരേണ സഫലമായി. കൂടെക്കിടെ കൃഷ്ണ ദർശനങ്ങളുണ്ടായി. പ്രപഞ്ചം മുഴുവൻ കൃഷ്ണമയമായി കണ്ടു. ഒടുവിൽ ശ്രീകൃഷ്ണ ഐക്യബോധത്തിൽ സുധാമണി ചിരപ്രതിഷ്ഠിതയായി. ശ്രീകൃഷ്ണ സായുജ്യത്തിലൂടെ പരബ്രഹ്മത്തിൻ്റെ പുരുഷഭാവത്തെ സാക്ഷാത്കരിച്ച സുധാമണിയുടെ ലീലാസാധനയുടെ അടുത്ത ഘട്ടം പ്രകൃതി സ്വരൂപിണിയായ പരാശക്തിയെ സാക്ഷാത്കരിക്കലായിരുന്നു.
ജഗദംബികയുടെ ഒരു യാദൃച്ഛിക ദർശനത്തിലൂടെ ഉണർന്ന പ്രേമഭക്തി അനിർവചനീയമായ ഈശ്വരോന്മാദത്തിൻ്റെ ഭാവത്തിലേക്ക് അതിവേഗം ഇക്കാലത്ത് തന്നെ ബാഹ്യപ്രജ്ഞയില്ലാത്ത ദിവസങ്ങൾ തന്നെ സുധാമണി സമാധിയിൽ ലയിച്ചു കഴിയുക സാധാരണമായി തീർന്നു. ഉന്നതമായ ഇത്തരം ആധ്യാത്മിക ഭാവങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വീട്ടുകാരും നാട്ടുകാരും സുധാമണിയോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറി. ഒടുവിൽ ഗൃഹമുപേക്ഷിച്ച് ജഗദംബയിൽ മാത്രം ശരണഗതിയടഞ്ഞുകൊണ്ട് രാപ്പകൽ വെളിയിൽ തന്നെ കഴിഞ്ഞ സുധാമണിക്ക് വിശാലമായ മാനം മേൽക്കൂരയായും കടൽ മണ്ണ് മെത്തയായും ചന്ദ്രനും നക്ഷത്രങ്ങളും ദീപങ്ങളായി തീർന്നു. വീട്ടുകാരും നാട്ടുകാരും ഇങ്ങനെ കൈവടിഞ്ഞ ഘട്ടത്തിൽ ജഗദംബയുടെ ലീലയെന്നോണം പശു, പട്ടി, പൂച്ച, ആട്, പ്രാവ്, പാമ്പ്, അണ്ണാൻ, തത്താഗരുഡൻ തുടങ്ങിയവയെല്ലാം സുധാമണിയുടെ മിത്രങ്ങളായി. ദേഹ സംരക്ഷണത്തിനാവശ്യമായ ആഹാരം യഥാസമയം എത്തിച്ചു കൊടുത്തത് ഈ ജീവികളായിരുന്നു. ഉറ്റമിത്രമായ പട്ടി പരിചാരകനെ പോലെ സദാ സുധാമണിയെ സംരക്ഷിക്കും. അത് എവിടെ നിന്നെങ്കിലും ആഹാര പൊതി കൊണ്ടുവന്ന് സമർപ്പിക്കും. പരുന്ത്, മത്സ്യം കൊത്തിക്കൊണ്ടുവന്ന് നിക്ഷേപിക്കും. നല്ല ആഹാരം, ചീത്താഹാരം എന്ന് ഭേദമില്ലാതെ സുധാമണി അതെടുത്ത് കഴിക്കുകയും ചെയ്യും. ധ്യാനത്തിൽ നിന്നുണരുമ്പോൾ പശു അകലിൽ നിന്നാണെങ്കിൽ പോലും ഓടിയെത്തി മുന്നിൽ വന്ന് അകിട് കാട്ടി കിടക്കും. അമ്പാടി കണ്ണനെ പോലെ സുധാമണി പാൽ കുടിക്കും. താൻ നൃത്തം ചെയ്താൽ പറവകളും തത്തകളും ഒന്നിച്ച് നൃത്തം ചെയ്യും. കരഞ്ഞാൽ അവയും കണ്ണീരൊഴുക്കും. സമാധിയിലേക്ക് പ്രാണൻ വിടുമെന്ന ഘട്ടം വരുമ്പോൾ പട്ടി കുരച്ച് ബഹളമുണ്ടാക്കും. അല്ലെങ്കിൽ പാമ്പ് ദേഹത്തിഴഞ്ഞ് ഉണർത്തും. ജഗദംബിയുടെ വൈവിധ്യമാർന്നതും വാത്സല്യപൂർണവുമായ വിവിധ മുഖങ്ങൾ സുധാമണി ഈ പക്ഷി മൃഗാദികളിലൂടെ അനുഭവിച്ചു. സുധാമണിയുടെ പ്രേമഭക്തി ക്രമേണ കഠിന തപസ്സിൻ്റെ രൂപം പ്രാപിച്ചു. ഊണില്ല, ഉറക്കമില്ല, ദേഹധർമ്മങ്ങളിലൊന്നും ശ്രദ്ധയില്ല. തുളസിയിലെയും വെള്ളവും മാത്രം ആഹാരമാക്കി 6 മാസം തീവ്രമായ ഈശ്വര ധ്യാനത്തിൽ മുഴുകി. കോരി ചൊരിയുന്ന മഴയും ചീറിയടിക്കുന്ന കടൽക്കാറ്റും മധ്യാഹ്ന സൂര്യൻ്റെ ചൂടും ആ തപസ്സിന് വിഘ്നമായില്ല. ദേശകാല ബോധം മറന്ന ഭക്തിയുടെ പാരമ്യത്തിൽ ജഗദംബ പ്രത്യക്ഷയായി ദിവ്യ ജ്യോതിസായി സ്വഭക്തിയിൽ ലയിച്ചു. അധികം വൈകാതെ തന്നെ പരബ്രഹ്മത്തിൻ്റെ നിർഗുണ സ്വരൂപത്തെയും അമ്മ സാക്ഷാത്കരിച്ചു. പ്രപഞ്ച സൃഷ്ടി സ്ഥിതി ലയകരണമായ ഓങ്കാരനാഥം ഉള്ളിൽ നിന്ന് തനിയെ ഉണർന്നു. പ്രപഞ്ചം മുഴുവൻ ഒരു കുമിള കണക്കെ തന്നിൽ അടങ്ങിയിരിക്കുന്നതായി അമ്മ ദർശിച്ചു. സകല ദേവീ ദേവ സ്വരൂപങ്ങളും സ്വന്തം ആത്മാവിൽ ലീനമായിരിക്കുന്നതായി അനുഭവവേദ്യമായി. പ്രപഞ്ചം മുഴുവൻ തൻ്റെ അംശമായി അനുഭവിച്ചറിഞ്ഞതോടെ സർവ്വചരാചരങ്ങളുടെയും അമ്മയാണ് താനെന്ന ഭാവം സുധാമണിയിൽ ഉണർന്നു. മർത്യലോകത്തിൻ്റെ ദുഃഖമകറ്റുക എന്ന മഹായജ്ഞത്തിന് അമ്മ തന്നെ സമർപ്പിച്ചു. അമ്മ ദുഃഖിതരുടെ കണ്ണുനീരൊപ്പി, ദുർബലർക്ക് ആത്മവിശ്വാസം പകർന്നു. തൻ്റെ ആധ്യാത്മിക ശക്തിയുടെ സ്വാഭാവികമായ പ്രകാശനം എന്ന നിലയിൽ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ സഫലമാക്കി. ജന്മഗൃഹം തന്നെ ആശ്രമമാക്കിയ അമ്മ ഭാരതീയ സന്യാസ പാരമ്പര്യം അനുസരിച്ച് ശിഷ്യരെ സ്വീകരിച്ച് അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് ആധ്യാത്മികതയുടെ അനശ്വര സന്ദേശം ജനങ്ങളിലെത്തിക്കുവാൻ സ്വയം പ്രതിബദ്ധയായി. ഒരു കാലത്ത് കേരളീയർക്ക് പോലും അജ്ഞാതമായിരുന്ന ഈ തീരദേശ ഗ്രാമം അമൃതപുരി എന്ന പേരിൽ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാണ്. മാതൃദർശനത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രതിദിനം വന്നണയുന്ന ഭക്ത സഹസ്രങ്ങളുടെയും സാധകരുടെയും അഭയകേന്ദ്രമായി വസുദൈവ കുടുംബകമെന്ന ആശാസങ്കല്പത്തിൻ്റെ ലഘുചിത്രമായി ലോകമെങ്ങും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി അമ്മയുടെ ജന്മഗേഹം വികാസ പരിണാമങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. അമൃതപുരി ആശ്രമത്തിൽ അമ്മയുടെ ശിക്ഷണത്തിൽ ആധ്യാത്മിക സാധനയിലും ലോകസേവനത്തിലും വ്യാപൃതരായി 3000-ലധികം അന്തേവാസികൾ താമസിച്ചു വരുന്നു. അക്ഷീണമായ ലോകസേവനത്തിലൂടെ ജാതിമത ധനിക ദരിദ്ര ഉച്ചനീച ഭേദമില്ലാതെ ദശലക്ഷങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സ്വന്തം ചെവിയിൽ കേട്ട് ആശ്വാസം പകർന്ന ചരിത്രമാണ് അമ്മയുടേത്. ദുഃഖിതരുടെ കണ്ണുനീർ അമ്മ സ്വന്തം കൈകൊണ്ട് ഒപ്പിയെടുക്കുന്നു. ഇതെൻ്റെ അമ്മയാണ്, അമ്മ സദാ എൻ്റെ കൂടെയുണ്ടെന്ന ബോധമുണർത്തി ശാന്തിയും ആത്മവിശ്വാസവും പകരുന്നു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ മാതൃസന്നിധിയിൽ ഏവരും നിഷ്കളങ്ക ശിശുക്കളായി മാറുന്നു. ആ ദിവ്യസന്നിധിയിൽ ചിത്തങ്ങൾ ശുദ്ധമാകുന്നു, ഹൃദയങ്ങൾ ഭക്തി നിർഭരമാകുന്നു, മനുഷ്യ വ്യക്തിത്വങ്ങൾ ശുഭകരമായ പരിവർത്തനത്തിന് വിധേയമാകുന്നു.